മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റവിമുക്തൻ. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പ്രതികളെയും വെറുതെ വിട്ടത്. സത്യം ജയിച്ചെന്നും കേസിന് പിന്നിൽ ഗൂഢാലോചനയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. CPIM ബി.ജെ.പി. കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. കേസിൽ അപ്പീൽ പോകാനുള്ള ആലോചനയിലാണ് CPIM. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ NDA സ്ഥാനാർത്ഥിയായിരുന്നു കെ സുരേന്ദ്രൻ. അന്ന് മണ്ഡലത്തിൽ BSP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നും 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകി പ്രലോഭിപ്പിച്ച് നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചെന്നുമായിരുന്നു കേസ്. കേസിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പ്രതികളെയും വെറുതെ വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലാണ് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. കേസ് വിചാരണ വേളയിലേക്ക് കടക്കാൻ ആവശ്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചില്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. ഹർജി പരിഗണിച്ച കോടതി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. സത്യം ജയിച്ചെന്നും കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കെ സുരേന്ദ്രൻ. ഗൂഢാലോചനയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത്. 3.5 വർഷം നിരന്തരമായി മഞ്ചേശ്വരം കോഴക്കേസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വേട്ടയാടി. ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയ വേട്ടയാണ്, ഇത് വിജയിക്കാൻ പോകുന്നില്ല. കേസ് അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും പ്രോസിക്യൂഷൻ കെ സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷയെ പോലും എതിർത്തില്ലെന്നും കെ സുന്ദര പറഞ്ഞു. വിധിപ്പകർപ്പ് പഠിച്ച ശേഷം കേസിൽ അപ്പീൽ പോകുമെന്ന് പരാതിക്കാരനും CPIM നേതാവുമായ VV രമേശൻ. അപ്പീൽ പോകുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് എന്നും CPM നടത്തിയിട്ടുള്ളത്. കേസ് രാഷ്ട്രീയായുധമാക്കാനാണ് BJPയുടെയും പ്രതിപക്ഷത്തിന്റെയും തീരുമാനം. 24 കാസർഗോഡ്.